അല്ലേ? അപ്പൊ ഞാനേ ഇന്ന് ഭയങ്കര വിഷമമാണ് എനിക്ക്. അപ്പൊ വിഷമമുള്ള ഈ ഒരുപാട് ഒത്തിരി വിഷമമുള്ളവരാ അവരാണ് കൂടുതൽ ചിരിക്കാറുള്ളത്. ആണോ ചേച്ചി? തന്നെ നല്ല ഹാപ്പി ആയിട്ടുള്ളവര് ചിരിക്കാറുണ്ടോ? ചിരിക്കാറില്ല. ഇല്ല ഇല്ല. അപ്പൊ ഒത്തിരി ഇത് വിഷമമുള്ളവരാണ് കൂടുതൽ. അപ്പൊ ആ ഒരു വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ വെള്ളത്തെ ജംഗ്ഷനിലാണ് കേട്ടോ. ചേച്ചി എനിക്ക് കുറെ വിഷമമുണ്ടേ. അപ്പൊ ഈ നമ്മുടെ ആണുങ്ങളുണ്ടല്ലോ, ആണുങ്ങളുടെ തൊട്ടടുത്തല്ലേ ബിവറേജ് ആണോ? അപ്പോ എന്ത് പറയാനാണ്, അവര് പോയി അവിടെ പോയി വെള്ളം വാങ്ങിച്ച് കഴിക്കുമ്പോ അവരുടെ വിഷമം മാറുമെന്ന് പറയും. അവരുടെ വിഷമം മാറും, ഞങ്ങളെ വിഷമം മാറില്ലല്ലോ. അടിപൊളിയല്ലേ? നിങ്ങളെ വിഷമം ഒരിക്കലും തീരില്ലല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണോന്നാണ്? നമുക്ക് സ്വയം ജോലി വേണം. ജോലി വേണം, എന്തെങ്കിലും ചെയ്ത് ആ വിഷമം അങ്ങ് തീർക്കണം. അതാണ് ആണുങ്ങൾക്ക് അറിഞ്ഞൂടാ. ആണുങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്തായാലും ചേച്ചിയുടെ ഒരു അഭിപ്രായമാണ്. ചേച്ചി എന്നോട് ഒരു തൊഴിലും ചോദിച്ചാണ് വന്നത്. നിലവിൽ വീഡിയോ വർക്കിന് പോകുമ്പോ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ കൊടുക്കാനാ പറഞ്ഞത്. ഞാനേ ഇപ്പൊ ജോലി ഇല്ലാണ്ട് നിക്കാണ് കേട്ടോ. സർക്കാർ പണി ഉണ്ടായിരുന്നു, അത് പോയി. അത് എന്ത് ജോലിയായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ ക്ലീനിങ് ആയിരുന്നു, അത് പോയി. PSCക്ക് എഴുതിയിടാതെ അത് പോയി. അപ്പോഴും ഞാനിപ്പോ സർക്കാരിന്റെ ലോട്ടറിയാണ് വിറ്റ് ജീവിക്കുന്നത്. സർക്കാരിന്റെ ലോട്ടറി, അവസാനത്തെ ലോട്ടറി ഞാനും എടുത്തിട്ടുണ്ട്. അടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 50,000 രൂപ, 1 കോടി അടിക്കുകയാണെങ്കിൽ. ചെറിയൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ്. അപ്പൊ തൊട്ടടുത്ത് ബിവറേജ് ഉണ്ട്. ഞാൻ ബിവറേജിലോട്ട് പോണോ അങ്ങോട്ട് പോണോ? ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് അങ്ങോട്ട് പോണം. ഞാൻ അങ്ങോട്ട് പോണം. ഞാൻ 300 രൂപ പണി ചെയ്ത് പോകുന്നു. കണ്ടോ? അങ്ങനെയാണ് ഒരു ഫ്രണ്ടായ ഫ്രണ്ടിനെ കണ്ടു. 3 വർഷം കൂടിയുള്ള ഫ്രണ്ട് എന്നറിയാമോ? അപ്പൊ ഞാനാ പണിയില്ലാതെ ഇപ്പൊ നിക്കുന്നത്. 10 മിനിറ്റ് പെട്ടെന്ന് പണി തരണം. ഓക്കെ. അപ്പോ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞ് നിന്നപ്പോഴാ ചേച്ചിയുടെ ഒരു എന്ത് പറയാനാണ് ഒരു അനുഭവം. എന്തുവാ പറഞ്ഞോ? പിന്നെ വിവരന്റെ ഫ്രണ്ടില് വൈകുന്നേരം വെയിലുള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം ഒരു 8 മണി വരെ നിൽക്കും. ഒരു 1000-1500 രൂപ കച്ചവടം കിട്ടും. അതില് ടിക്കറ്റാണ്, ഭാഗ്യക്കുറിയാണ്. അപ്പോഴേ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ആണുങ്ങള് പ്രായം ചെന്നവരൊക്കെ ഞങ്ങളെ കാണുമ്പോഴത്തേക്ക് അഴിമതി പറയും. അഴിമതി പറയുമ്പോ ഞങ്ങൾ എന്തെങ്കിലും മറുപടി പറയും. പിന്നെ അവിടെ വഴക്കായി പിന്നെ അവരെ ഏതെങ്കിലും കമ്പനി പിടിച്ച് ചടിക്കും. അങ്ങനെ ഒരു അടി കിട്ടി അയാൾ റിമാൻഡിൽ ഇരിക്കുന്നു. കണ്ടല്ല കൈ കാല് മൊത്തത്തിൽ അടിച്ച് റോഡിൽ വലിച്ചു തള്ളിയിട്ട്. എന്നാലും ഞാൻ അത് തല നൂന്നി തന്നെ നിൽക്കുന്നുണ്ട്. ആശുപത്രി പോയി പോലീസിൽ അറിയിച്ച്, പോലീസ് പിടിച്ചു, റിമാൻഡിലാക്കി. എന്നാലും വരുമ്പോഴത്തേക്ക് അറിഞ്ഞൂടാത്താണുങ്ങള് ചീത്ത പറയും. 2000 രൂപ തരാം, 3000 രൂപ തരാന്ന് പറയും. വെള്ളം അടിച്ചും കൊണ്ട് പറയുന്നതാണ് സ്വയബോധത്തോടല്ല. അതിന് മറുപടിയൊക്കെ ഞങ്ങൾ പറയും. അതിന് മറുപടി ഞാൻ പറയും. ഞാൻ 7 വർഷം പോലീസ് സ്റ്റേഷനിൽ ക്ലീനിങ് ചെയ്തോണ്ടിരുന്നത്. അതിന് ഞാൻ വിട്ടുകൊടുക്കില്ല. അത് ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ആണെന്ന് ചോദിക്കുന്നത് എന്നോടല്ല, എന്റെ പ്രിയ സുഹൃത്തുക്കളോടാണ് അവര് ചോദിക്കുന്നത്. ആ ചേച്ചി ഓക്കെ ആണോ എന്ന് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മുടെ ചേച്ചിയെ കണ്ടു കഴിഞ്ഞ് ചേച്ചി 300 രൂപയുടെ ജോലിയൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു അങ്കിളിനെ കണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ബിവറേജിന്റെ അടുത്താണ് നിൽക്കണത്. അപ്പം അങ്കിളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ഇപ്പൊ നിങ്ങൾക്കൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ 10 വാങ്ങി അടിക്കും അല്ലേ? ഇല്ല അടിക്കില്ല. അടിക്കാത്തവരും ഉണ്ട്. അപ്പൊ പോട്ടെ, അടിക്കുന്നവരെ കാര്യം വിട്ടേക്ക്. അവരെപ്പോഴും പറയുന്നത് എന്തെന്നറിയാവോ? ടെൻഷൻ വന്നത് കൊണ്ടാണ് ഞാൻ വെള്ളം അടിക്കുന്നത് എന്നാണ് അവര് പറയുന്നത്. പക്ഷെ സ്ത്രീകൾക്ക് ഒരു ടെൻഷൻ വന്നാൽ എന്ത് ചെയ്യും? സ്ത്രീകൾക്ക് ടെൻഷൻ വന്നാൽ പുരുഷന്മാർ എന്ത് ചെയ്യുമെന്ന് കേട്ടാ, ചില പുരുഷന്മാരെ മദ്യം കഴിക്കും, ചിലവര് അതിനെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് ടെൻഷൻ വന്ന പുരുഷന്മാർ മദ്യം കഴിച്ചിട്ട് കാര്യം എന്തുവാ? അതെ, ചിലവരുടെ സ്വഭാവ രീതിയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ പുരുഷന്മാരും അത് വരണമെന്നില്ല. അങ്ങനെ എല്ലാ ഒരു 100-ല് 10 പേര് കാണും, 90 പേരും കറക്റ്റ് ആയിരിക്കും. അപ്പോ ഞാന് എന്തായാലും ഇതൊന്നും അല്ല നമ്മുടെ വിഷയം കേട്ടോ. ഞാൻ വെറുതെ ജസ്റ്റ് ഈ ബിവറേജിന്റെ ഇവിടെ വന്നപ്പോ ഒരുപാട് ചേട്ടന്മാരും നമ്മുടെ അനിയന്മാരും അപ്പച്ചന്മാരും മംഗളമാരും ഒക്കെ കാണുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നി ഇവരെയൊക്കെ ടെൻഷൻ മാറാനെന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്, ഞാൻ വഴിയെ പറഞ്ഞു പോവാം. അപ്പം ഞാൻ ഇപ്പൊ മാങ്ങ എല്ലാം കഴിക്കണ്ടേ? കഴിക്കുന്ന സ്ത്രീകളുണ്ട്, മദ്യം കഴിക്കുന്ന സ്ത്രീകളുണ്ട്. ഇവിടെ മദ്യം വന്ന് വാങ്ങുന്നവർ അനേകം പേരുണ്ട്. അതെയോ? അതെ. അപ്പം ഞാൻ എന്തായാലും തിരിച്ചു പോകുമ്പോ 10 അടിക്കാനൊക്കെ എങ്ങനെ കണ്ടിട്ട് എങ്ങനെ ഒരു കുഞ്ഞു മദ്യം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങ് പറഞ്ഞു എന്നോട് മദ്യം കഴിക്കണ്ട എന്നാണ്. മദ്യം പല രീതിയും സ്വഭാവങ്ങളും ഉണ്ട് മദ്യത്തിനെ കുറിച്ച്. മദ്യല്ലേ? അതെ.
മക്കളെ അറിയുന്നില്ല, ഭാര്യയെ അറിയില്ല, അമ്മയെ അറിയില്ല, പിതാവിനെ അറിയില്ല. മദ്യത്തിൽ അങ്ങനെ ഒരു ദോഷങ്ങളുണ്ട്. ഇത് എല്ലാരെയും അറിഞ്ഞു ജീവിക്കുന്നവർ അനേകം പേരുണ്ട്. എല്ലാം അറിഞ്ഞു ജീവിക്കുന്നവരും അനേകം പേരും ഉണ്ടെന്ന്. അപ്പൊ മദ്യത്തിന് നല്ല വശങ്ങളുണ്ട്, ദോഷം. എന്തായാലും നമുക്ക് ഇതൊന്നുമല്ല, നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. പോട്ടെങ്ങളെ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി വെള്ളറുടെ ജംഗ്ഷനിലാണ്, ബിവറേജിന്റെ അടുത്താണ് നിൽക്കുന്നത്. എനിക്ക് അവിടെ ഒന്നും അല്ല പോകേണ്ടത് കേട്ടോ. പോകേണ്ട സ്ഥലം എനിക്ക് ഇങ്ങോട്ടാണ്. അപ്പൊ എന്താണെന്ന് ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. മദ്യം വിഷമാണ്, അത് ഞാൻ പറയാണ്ട് തന്നെ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും അറിയാം. മാക്സിമം കഴിക്കാതിരിക്കുക, അതേ പറയാനുള്ളൂ. എനിക്ക് എത്ര വിഷമം വന്നാലും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അല്ലേ വിഷമവും ദുഃഖവും ഒക്കെ. വിഷമവും ദുഃഖമൊക്കെ ഒന്ന് തന്നെ. അപ്പൊ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. കരയാൻ തോന്നിയ പൊട്ടിക്കരയേണ്ട അവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. വട്ടപൂജ എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്താണെന്ന് ബാക്കി വിശേഷമൊക്കെ ഞാൻ പിന്നാലെ പറഞ്ഞു പോവാം. ഇപ്പൊ എന്തായാലും ഇങ്ങോട്ട് പോവാം കേട്ടോ. അപ്പൊ പിന്നെ എന്ന് പറഞ്ഞത് പോലെയാണ് ഞാൻ ഒരു വലിയ കുഴിയിൽ വീണിട്ടുണ്ട് കേട്ടോ. ഞാനൊരു മൊബൈൽ വാങ്ങിക്കാൻ ഒരു ലോൺ എടുത്തിട്ടുണ്ട്. ലോൺ എടുത്ത് ദൈവമേ എന്ത് പറയാനാണ്, ഇപ്പം എന്ത് പറയാനാണ്, മൊബൈലും വാങ്ങി, മൊബൈലും ചെറിയൊരു കംപ്ലൈന്റും ആയി. ഇവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ, പ്രോഡക്റ്റ് ലോണാണ്. അറിയാണ്ട് ആരും പോയി വീഴാതിരിക്കുക. അപ്പോൾ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വന്നപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് ലോൺ എടുത്തത് കേട്ടോ. 3 പേര് ചേർന്നാണ്. വേറെ 2 ചേച്ചിമാരും കൂടെ ഉണ്ട്. അല്ല, ഒരു ചേച്ചി ഒരു അനിയത്തിയാണേ. അപ്പൊ നമ്മൾ 3 പേരും കൂടെ എടുത്തതാണ്. അപ്പൊ അവര് വന്നാല് അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും സാധനം ഞാൻ കൊണ്ടുപോകണം. എൻ്റെ വീട്ടിൽ വന്ന് അവർ വാങ്ങിക്കും. പക്ഷെ എനിക്കിപ്പം കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം എന്തെന്നറിയാവോ, വണ്ടി കംപ്ലൈന്റ്. ഞാൻ അങ്ങനെ ബസ്സിൽ കയറ്റി കൊണ്ടുപോകുന്നത്. 5000 രൂപയുടെ പ്രോഡക്റ്റ് ആണ്. അതെപ്പോഴായാലും പൊട്ടിക്കുമ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഞാൻ കാണിച്ചു തരും. അപ്പം എന്ത് പറയാനാണ്, ലോൺ എടുത്തിപ്പോൾ വലിയൊരു കുലുമാലായി കേട്ടോ. ആഴ്ചതോറും അടയ്ക്കുകയും വേണം. മൊബൈലും അങ്ങോട്ട് ചീത്തയായി, എല്ലാം കൊണ്ട് 8ന്റെ പണിയായി, വണ്ടി വർക്ക്ഷോപ്പിലായി, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ ഉടുതുണിയോടുകൂടെ നടറോണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, കാഴ്ചകൾ തീരുന്നില്ല, നമുക്ക് വീണ്ടും അങ്ങോട്ട് പോകട്ടോ. അമ്മച്ചി ഇത്രയും നേരം ബിവറേജിന്റെ ഫ്രണ്ടിലാണ് ഇരുന്നത്. എന്തുകൊണ്ട് അമ്മച്ചി ഇവിടെ ഇരുന്നത്? ചായ കുടിക്കാൻ പൈസ അത് പറയണേനിപ്പോ നാണക്കേട് എന്തുവാ. ഒരു ചായക്കുള്ള പൈസക്കാണ് ഞാൻ ഇരുന്നത്. അതിന് അമ്മച്ചി ഒന്നും അങ്ങനെ, അമ്മച്ചി നമ്മള് മോഷ്ടിക്കാതെയും പിടിച്ചു പറിക്കാതെയും ഒരാളോട് നമ്മളെ ബുദ്ധിമുട്ട് വന്നാൽ ചോദിക്കുന്നതിന് നാണക്കേട് വിചാരിക്കട്ടോ. ഇല്ല, അങ്ങനെ വിചാരിക്കാം. അമ്മച്ചി ഇവിടെ ബിവറേജിൽ വന്നിരിക്കും. അമ്മച്ചി ഒരു ചായ ആരെങ്കിലൊക്കെ ചെലവിനുള്ളത് കിട്ടും അല്ലേ? ചെലവിനുള്ള പൈസ കിട്ടും. അപ്പൊ നമ്മുടെ ചേട്ടന്മാരൊക്കെ ജാലി അടിക്കാൻ കിട്ടൂല. അത് ജാലി അടിക്കില്ല, കിട്ടും. ഓരോ ദിവസം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ബിവറേജ് കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ട് നമ്മുടെ അമ്മച്ചിക്കുണ്ട്. ക്യാമറാമാൻ കളിയാക്കുന്നത് കൊണ്ട് അമ്മച്ചി നമ്മള് അമ്മച്ചിയെ കണ്ടു കഴിഞ്ഞു അല്ലേ? അമ്മച്ചിയെ കണ്ട് നമ്മള് അമ്മച്ചി ഇവിടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു ചേട്ടൻ മദ്യം വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. ചേട്ടാ, മദ്യം നിങ്ങൾക്ക് ഇപ്പൊ നമ്മള് ഒരു ടെൻഷൻ വരുമല്ലോ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ടെൻഷൻ എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലേ? അപ്പോ നിങ്ങള് മദ്യം കഴിക്കുന്നത് ടെൻഷൻ മാറാനാണോ? ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ എന്തിനാണ്? സന്തോഷത്തിന് വേണ്ടിയിട്ടും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി, ഏകനാണ്, ഭാര്യ ഞാൻ ഇന്നുവരെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നീട് ചോറ് വന്ന് പല്ലെല്ലാം പോയി, അങ്ങനെ ചെറിയ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരും സഹായിക്കാനില്ല. അപ്പൊ മദ്യമാണ് ആശ്രയം. മദ്യം കൂട്ടുകാർ മേടിച്ചു തരുന്നു, ഞാൻ കഴിക്കുന്നു. ആ കൂട്ടുകാരോട് പറയണം, ഒരു ഭക്ഷണം വാങ്ങി തരാൻ പറയണം. ഭക്ഷണം ചിലപ്പോഴൊക്കെ വാങ്ങി തരുന്നു. അവർക്ക് റബ്ബർ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കറയെ കൂടെ എടുത്തു കൊടുക്കാൻ വേണ്ടി, പാലൊക്കെ സഹായിക്കാൻ വേണ്ടി പോകും. അപ്പൊ മദ്യം കഴിക്കുന്നത് കൊണ്ട് അതിന്റെ ദോഷമുണ്ടോ? മദ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകമുള്ള കാലം വരെ മദ്യം കിട്ടും, നമ്മുടെ ആയുസ് കിട്ടത്തില്ല. അതായത് നമ്മൾ മുകളിലോട്ട് വലിക്കുന്ന ശ്വാസം താപ്പോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ഇത് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ പോലെയാണ്. അത് ടേസ്റ്റേ കഴിക്കാവും, ഒരു മെഡിസിൻ പോലെ, ഒരു ഗുളിക കഴിക്കുന്നത്. നമ്മൾ അങ്ങനെ കഴിക്കുന്നുണ്ട്. കുറ്റക്കാരനെ കൊണ്ട് നമ്മൾ നൈസം എങ്ങനെയെങ്കിലും നേരത്തെ ഔട്ടായി കിടന്നുറങ്ങാൻ വേണ്ടി, എല്ലാ ദുഃഖവും മറക്കാനായിട്ടും മറക്കാനും സഹോദരിമാരൊക്കെ അയച്ചു. അപ്പൊ പിന്നെ ഞാൻ ഒരുപാട് പ്രാരബ്ധം വന്ന് അങ്ങനെയായി. പിന്നെ ഇത് ആരും ഇനി നോക്കില്ല. ചേട്ടാ, കുട്ടികൾ മൈൻസ് ടീനേജ് പിള്ളേർക്ക് പോലും പെണ്ണില്ല ഇപ്പൊ.
എന്നാലും ഇനി ഏതെങ്കിലും കേരളത്തിൽ പെൺകുട്ടികൾ കുറവാണ്. ആരെങ്കിലും വന്നാ ഏതെങ്കിലും റോഡ് സൈഡ് ഒരു പിച്ചക്കാര ഒരാള് എന്റെ ടീനേജിലുള്ള ഒരാള് നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാള് കണ്ടുകിട്ടിയാൽ നിങ്ങൾ കെട്ടും. ഞാൻ തയ്യാറാണ്. അപ്പൊ ചേട്ടന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഒറ്റപ്പെടലിനാണ് മദ്യം കഴിക്കുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഒറ്റപ്പെടൽ മാനസിക സംരക്ഷണം, ഡിപ്രഷൻ. ശരി ചേട്ടാ, താങ്ക് യു. വളരെ സന്തോഷം. എന്റെ അവിടെയാ കള്ള് ഷോപ്പിൽ പോകാൻ പറഞ്ഞിട്ട് ഈ ചേച്ചിക്ക് എന്തുവാ ആര് പറഞ്ഞേ? മിക്കവാറും എന്റെ ആൺ സുഹൃത്തുക്കളെല്ലാം എന്നെ തല്ലിക്കൊല്ലാണ്ട് സാധ്യതയുണ്ട്. ഒരിക്കലും അപ്പൊ ശരി, പോവാം. അപ്പൊ കള്ള് ഷോപ്പില് എന്നെ വീഡിയോ എടുക്കാൻ വിളിച്ചിട്ടുണ്ട്. ശരി. അയ്യോ, ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ. മദ്യം വിഷമാണ് എന്നാണ് എന്റെ ഹെഡിങ്. അതെ ചേട്ടാ, ഇപ്പൊ മദ്യം എല്ലാരും കഴിക്കുന്നല്ലേ? എല്ലാരും അല്ല, വേണ്ടാത്തവര് വേണ്ട തന്നെ അല്ലേ? വേണമെന്ന് വെച്ചാൽ വേണം, അങ്ങനെ. ഇപ്പൊ മദ്യത്തിനെ കൊണ്ട് ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് ചേട്ടാ? മദ്യം ദോഷമാണ്, എല്ലാ രീതിയിലും ദോഷമാണ്. അതെ. പിന്നെ മദ്യം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ എന്റെ അമ്മയുടെ കാല് മുറിച്ച് ഹോസ്പിറ്റലിൽ കിടന്നു. അതെയോ? ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് കേട്ടോ മദ്യം കഴിക്കാൻ. ചേട്ടാ, എനിക്കും 100 കാരണങ്ങളുണ്ട്, 100 കൂട്ടം വിഷമമുണ്ട്. അപ്പം ഇതൊന്ന് കഴിച്ചാൽ എന്റെ ടെൻഷൻ തീരുവോ? ഇത് കഴിച്ചാൽ നമുക്ക് ചിലപ്പം ഞാനിപ്പോ 3 മാസമായിട്ട് ഉറക്കമില്ലാതെ കിടക്കും. ഉറക്കമില്ല. അപ്പൊ ഞാന് ടെൻഷൻ കാരണമാണോ? കാരണം അമ്മയുടെ മടവുമൂത്രമൊക്കെ ഞാൻ തന്നെ എടുക്കും. അതെയോ? അമ്മ കിടപ്പിലാണ്. അമ്മ കാല് മുറിച്ചിട്ട് കാലിന്റെ മുട്ടിന്റെ അവിടെ മുറിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കും. അതെ. ചേട്ടന്റെ ഫാമിലി മോളെ കൊണ്ട് തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിൽ. അതെയോ? പ്രഗ്നന്റ് ആണ്. അപ്പൊ ചേട്ടൻ വിഷമം മാറാനാണ് മദ്യം കഴിക്കുന്നത് എന്നാണോ പറയുന്നത്? വിഷമം മാറാൻ വേണ്ടി അങ്ങനെ മാറാൻ വേണ്ടിയില്ല, ശകലം നേരം ഒന്ന് ഉറങ്ങണം. ഉറക്കത്തിന് വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ചേട്ടൻ പറഞ്ഞതും എന്റെ പ്രിയ സുഹൃത്തുക്കൾ കേട്ട് കഴിഞ്ഞല്ലേ, ഉറക്കത്തിന് വേണ്ടിയാണ് മദ്യം കഴിക്കുന്നതെന്നാണ് പറഞ്ഞത്. മദ്യം വിഷമാണ് എന്ന് സമ്മതിക്കുന്നോ? 100% അല്ലേ ചേട്ടാ? എങ്ങനെ പറയണം? മദ്യം വിഷമാണോ? അല്ലേ? അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അകത്തോട്ട് വിടുന്നത്. മദ്യം വിഷമാണ്, പക്ഷെ വിഷമമാണ്. അതങ്ങനെ അങ്ങനെ വിഷമാണല്ലേ? ചായ കിട്ടും പോലെ കിട്ടണം അല്ലേ? കൈ വരും വിറയലുണ്ട്. ചേട്ടാ കൈ കാണിച്ചേ, കഴിക്കാതിരിക്കുമ്പോ കണ്ടോ ചേട്ടന്റെ കൈ ഒരു വിറയലുണ്ട് എന്നാണ് പറയണത്. ശരി, താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഞാന് ഒരു ചെറിയൊരു അഭിപ്രായം, എന്റെ ഒരു അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ. സഹകരിച്ചതിന് നന്ദി. അപ്പൊ മദ്യം കഴിക്കാത്ത 2 ചേട്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബിവറേജിന്റെ തൊട്ടടുത്തുള്ള കടയാണ്. കടയുടെ പേരെന്തുവാ ചേട്ടാ? കടയുടെ പേരെന്തുവാ? ബിൻ മസാലാസ് എന്നാ. എന്തായാലും ചേട്ടന്മാര് 2 പേരും മദ്യം കഴിക്കില്ല. ചേട്ടാ, അപ്പൊ മദ്യം കഴിക്കാത്ത 2 ചേട്ടന്മാരോട് നമുക്കൊരു അഭിപ്രായം ചോദിച്ചു നോക്കാം. ചേട്ടാ, മദ്യം കഴിക്കുന്നത് കൊണ്ട് ദോഷമാണോ? മദ്യം കഴിക്കുന്നത് കൊണ്ട് ദോഷമില്ലെന്ന് പറയുന്നത് കഴിക്കാത്തോണ്ടറിയില്ല. ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടുണ്ട്. അതിന്റെ ഗുണങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. സാമ്പത്തിക നഷ്ടം, കുടുംബ നഷ്ടം, എല്ലാ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അതുകൊണ്ട് ദോഷമേ ഉള്ളൂ. അതുകൊണ്ട് കുടിക്കുന്നവരെ കുറ്റം പറയണ്ട, കുടിച്ചോണ്ടിരിക്കുന്നു. സർക്കാരിന് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞ നിങ്ങൾ എല്ലാരും കേട്ട് കഴിഞ്ഞാലേ, മദ്യം വിഷമാണ്. ദയവ് ചെയ്ത് ആരും കഴിക്കാതിരിക്കുക. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾ ഇഷ്ടം അല്ലേ? ബാക്കിയവരെ ഇഷ്ടമാണ്. അതെ. അപ്പൊ എന്തായാലും ബിവറേജിലെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലേ. ഇന്ന് യാത്ര പോകാൻ നമുക്ക് പറ്റില്ല, വണ്ടി കംപ്ലൈന്റ് ആയി. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നല്ലതേ കടുപ്പം കൂട്ടി മധുരം കുറച്ച് ഒരു സ്ട്രോങ് ചായ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്റെ വിഷമം തീർക്കാൻ ഞാൻ ചായ കുടിച്ച് വിഷമം തീർക്കുകയാണ്. ഇതെന്ത് പലഹാരോ? എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, പക്ഷെ പലഹാരത്തിന്റെ പേര് എനിക്കറിയില്ല. സുധിയൻ അല്ലേ? ഒരു സുധിയനും കൂടെ എടുക്ക്, എനിക്ക് കുറച്ച് വിഷമമുണ്ട്. സുധിയൻ കഴിച്ച വിഷമം മാറുമെന്നാണ് പറയുന്നത്. സുധിയനും വാങ്ങി നല്ല സ്ട്രോങ് ചായയോട് കൂടെ ഞാൻ നിങ്ങളോട് വിട പറയുകയാണ്. പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ ഓടി എത്താം കേട്ടോ.
ഇതാണ് നമ്മുടെ വെള്ളത്തെ കാരേജ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. അപ്പം ഞാൻ മുമ്പ് വെള്ളത്തെ കാരേജിനെ കുറിച്ച് എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് നല്ല വൃത്തിയും വെടുപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 1 മണിക്കൂർ കൂടെ കഴിയും കേട്ടോ എനിക്ക് ബസ് വരാനായിട്ട്. ഞാൻ എന്തായാലും ബസ് പോയല്ലേ പറ്റുള്ളൂ. ഇവിടെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേടെ വെള്ളത്തെ കാരേജ്. ഇതാണ് കേട്ടോ